ഇല്ലില്ല. ആ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. മേഡം, കുഞ്ഞിനെ തട്ടിയെടുത്തതാണെന്ന് ആ സ്ത്രീ സമ്മതിച്ചോ? മേഡം, ആദ്യം ആ കുഞ്ഞ് നമ്മുടെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയല്ലോ. എവിടെയാ അവര്? വരും. ഇതാണോ നിങ്ങൾ പറഞ്ഞ കുട്ടി? അതെ മേഡം. ഇതല്ല കുഞ്ഞ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഈശ്വര, ഞാൻ ഇനി ശാരികേച്ചിയോട് എന്താ പറയാ? ഇവിടെ എത്തുന്നത് വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മേഡം, അന്നത്തെ ദിവസം അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോയിന്നല്ലേ പറഞ്ഞത്? CCTV ഫുട്ടേജിൽ സംശയാസ്പദമായി ഒന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ നിലവിലുള്ള മോഷ്ടാക്കളുടെ ലിസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. മാച്ചിങ് ആയി തോന്നുന്നവന്മാരൊക്കെ പൊക്കിയെടുത്ത് ഒരു ചോദ്യം ചെയ്യലൂടി നടത്തി നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കാണാതിരിക്കില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. പ്രവർത്തിച്ച് കാണിക്കുക, എന്നാലല്ലേ റിസൾട്ട് ഉണ്ടാവും. ഓ, സമയം കഴിയുന്തോറും കുട്ടിയെ കണ്ടെത്താനുള്ള നമ്മുടെ വഴികൾ ഓരോന്നായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മാഡം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും തമിഴന്മാർ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അത് മേഡത്തെ വിളിച്ചറിയിക്കാം. ശരി, നോക്കട്ടെ. പോലീസിന്റെ മിടുക്ക്. മേഡം, എന്താടാ ഹോസ്പിറ്റലിൽ നീ പറഞ്ഞാണോ വന്നേ? അല്ല, ഞാൻ അവിടെ പോയിട്ട് ഇത് വന്ന്. നീ എന്താടാ ആളെ പറ്റിക്കാണോ? അതല്ല സാറേ, ഒരബദ്ധം പറ്റിയതാ. അബദ്ധം നിനക്കല്ല പറ്റിയത്, എനിക്കാ പറ്റിയത്. നിന്നെ ഈ പണി ഏൽപ്പിച്ചത്. സാറേ, കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല. എങ്കി എന്നെ കാശ് താടാ. അല്ല, കാശ്. എടാ, ജോലി ചെയ്യാൻ വേണ്ടിയാ കാശ് തന്നത്. ആ ജോലി ചെയ്തില്ലെങ്കിൽ ആ കാശ് എനിക്ക് തിരിച്ചു തരണ്ടേ? എടുക്കണ എന്റെ കാശ്. ഇങ്ങോട്ട് തരാനാ പറഞ്ഞ്. അത് ശരി, കിളവൻ ഗുണ്ടാഴ്ച കാണിക്കാൻ വന്നേക്കണ. ഇത് പഴയ തടിയാ മോനെ. ആണി അടിച്ചാ വളയുന്ന കരിവീട്ടി പോലും പുറകെ പോവും. അടിക്കണോ നിനക്കെന്നെ? താനെന്നെ തല്ലിയല്ലോടോ. കാശ് തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ കൊല്ലും. കാശ് തന്നിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കുന്നോടാ. അയ്യോ രാജേട്ടാ, വേണ്ട. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വിട്. അയ്യോ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? രാജേട്ടാ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആ, ഇത് ഞാൻ വന്ന് കണ്ട് ബോധ്യപ്പെട്ടാലേ സാങ്ഷൻ ആക്കും. ഇത് ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് തരാം. ശരി. എക്സ്ക്യൂസ് മീ. വരൂ. നമസ്കാരം, ഞാൻ രാഹുൽ, യൂണിക്കോൺ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുമാണ് വരുന്നത്. ആ, ഇരിക്കൂ. എനിക്ക് സുഹാസിനി ദേവിയെ ഒന്ന് കാണണം. ഞാൻ തന്നെയാണ് സുഹാസിനി ദേവി. എന്താ രാഹുലിന് പറയാനുള്ളത്? ഇവിടുത്തെ ഒരു അന്തേവാസി 1 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നല്ലോ. അദ്ദേഹം നോമിനിയായി വെച്ചിരുന്നത് ഈ ട്രസ്റ്റിന്റെ പേരാണ്. ഓ, ഞാൻ ആ ലെറ്റർ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയാതിരുന്നുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. വെറുതെ എന്തിനാ ആ തുക പാഴാക്കി കളയുന്നത്?
പുറത്തുനിന്ന് അങ്ങനെ ഒരു ഫണ്ട് വരുമ്പോ ഞങ്ങൾക്കത് നേരിട്ട് ഏറ്റെടുക്കാനാവില്ല. ഹെഡ് ഓഫീസിലേക്ക് അയച്ച് അവിടുന്ന് അനുമതി വരണം. പിന്നെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അയച്ച എല്ലാ പേപ്പേഴ്സും ഞാൻ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടുന്ന് അനുകൂലമായ മറുപടി വന്നു കഴിഞ്ഞാൽ തുക കൈപ്പറ്റാനുള്ള നീക്കങ്ങൾ നടക്കും. സത്യത്തിൽ ഈ ആശ്രമവുമായിട്ടുള്ള അടുപ്പം കൊണ്ടാ ഞാൻ ഇത് ഇവിടെ വന്ന് നേരിട്ട് പറയുന്നത്. ഞാൻ സ്വാമിയോട് സംസാരിക്കാം. പിന്നെ ഇത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം പണം കിട്ടും? ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. ഓ, നമ്മുടെ കളക്ടറിന്റെ ഭർത്താവിന്റെ ഇൻഷുറൻസ് തുക 2 ആഴ്ച കൊണ്ട് ശരിയായില്ലേ? ഏത് കളക്ടർ? നമ്മുടെ കളക്ടർ ശാലിനി മേഡത്തിന്റെ. ശാലിനിയുടെ ഭർത്താവോ? അതെ, വിഷ്ണു. വിഷ്ണു മധുരയിൽ വെച്ച് മരണപ്പെട്ടായിരുന്നല്ലോ. ഞാനല്ലേ മുഴുവൻ തുകയും മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ശരിയാക്കി കൊടുത്തത്. ഈശ്വര, അവനപ്പോ അങ്ങ് പോയോ? ഒരു യാത്രയപ്പ് പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും. എങ്ങനെ ഈ വിഷ്ണു മരണപ്പെട്ടത്? ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. സർജറി ഫെയിലുമായി. എടി ഭയങ്കരി, വിഷ്ണു മരിച്ച വിവരം നീ ആരെ അറിയിക്കാതെ ഈ തുക ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയായിരുന്നല്ലേ? മാഡം, എനിക്ക് അർജന്റായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. ഇതിന്റെ പേപ്പേഴ്സും ബാക്കി ഫോർമാലിറ്റീസും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. സ്വാമിയുമായി ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ശരി, നിങ്ങളുടെ കാർഡൊന്നും എനിക്ക് വേണമായിരുന്നു.